പ്രൈസ് ദി ലോർഡ്. ഒരു ഞായറാഴ്ചയും കൂടി ഈ മാസത്തിൻ്റെ അവസാനത്തെ സഭായോഗം നിങ്ങളോട് കൂടെ ആയിരിക്കാൻ കർത്താവ് നൽകുന്ന കൃപയ്ക്കായ ദൈവത്തെ സ്തുതിക്കുന്നു, മഹത്വപ്പെടുന്ന കുടുംബമായി ഞങ്ങൾക്ക് കൂടെ ആയിരിക്കാനും കർത്താവിനെ മഹത്വപ്പെടുത്തുവാനും കർത്താവ് നൽകിയ കൃപയ്ക്കായി സ്തോത്രം. കേൾപ്പിച്ച നല്ല ദൈവിക ആലോചനയ്ക്കായി ദൈവത്തെ സ്തുതിക്കുന്നു, മഹത്വപ്പെടുന്ന കർത്താവ്. ഈ 26 ദിവസം ഈ പുതിയ വർഷം നമ്മളെല്ലാം കർത്താവ് ഉള്ളംകൈയിൽ വഹിച്ചല്ലോ. ആപത്തും അനർത്ഥങ്ങളും രോഗാവസ്ഥകളും അസമാധാനം നിറഞ്ഞ ഈ ലോകത്തിൽ കർത്താവ് നമുക്ക് നൽകിയ ആശ്വാസത്തെ ഓർത്ത്, ബലത്തെ ഓർത്ത്, ആയുസ് മാറിയതോർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു, മഹത്വപ്പെടുന്ന ദൈവസഭയെ കർത്താവ് സഹായിക്കും, അനുഗ്രഹിക്കും ചെന്ന കൃപയ്ക്കായി സ്തോത്രം ചെയ്യുന്നു. പാസ്റ്റർ പറഞ്ഞ ഒരു സാൻഡ് പേപ്പറിൻ്റെ കാര്യം പറഞ്ഞപ്പോൾ അതിന് തൊട്ട് മുമ്പ് അതേവാത്മാ നൽകിയ ഒരു കാഴ്ചയും ഒരു വാക്യം കൂടി വായിച്ചിരിക്കാൻ ആഗ്രഹിക്കുകയാണ്. ആ സാൻഡ് പേപ്പർ ഉരച്ച് അതിന് ആ സാധനം അത് എന്തുതന്നെയായാലും അതിനെ മിനുസപ്പെടുത്തുന്ന വേണ്ടിയാണല്ലോ സാൻഡ് പേപ്പർ ഉപയോഗിക്കുന്നത് എന്ന് പറയുന്ന പോലെ സ്തോത്രം. അമ്പ് ഉപയോഗിക്കുന്ന കാലങ്ങൾ ഇന്നിപ്പോൾ മെഷീനിലാണ് അത് ഉണ്ടാക്കുന്നത്. പക്ഷേ പഴയ കാലങ്ങളിൽ അതിന് കത്തി കൊണ്ടോ അല്ലെങ്കിൽ മൂർച്ചയിൽ ആയുധം കൊണ്ടോ അതിനെ ചെത്തി ആണ് അതിനെ മൂർച്ചയാക്കുന്നത് എന്ന് പറയുന്ന പോലെ കർത്താവിൻ്റെ ആത്മാവ് അതിനോട് ചേർന്ന് തന്നെ അത് ഉറപ്പിച്ച് പറയുന്നത് നമ്മൾ ഓരോരുത്തരും ദൈവദാസന്മാരായ ഞങ്ങളെ ആകട്ടെ, ദൈവവിശ്വാസികളായ നിങ്ങളാകട്ടെ, കുഞ്ഞുങ്ങൾക്കാകട്ടെ, നമ്മുടെ ജീവിതത്തിൽ കർത്താവ് ചെത്തിക്കൊണ്ടിരിക്കുകയാണ്. എന്തിനു വേണ്ടി? മൂർച്ചയുള്ള ആയുധമാക്കി നമ്മളെ ഉപയോഗിക്കാൻ. സ്തോത്രം. ആ ചെത്തിൻ്റെ അനുഭവത്തിലാണ് നമുക്ക് വേദന വരുന്നത്. സ്തോത്രം. അത് കൂടുതൽ മൂർച്ചയാക്കാൻ വേണ്ടി ദൈവത്തിന് ആ മൂർച്ച അറിയാം. ആ മൂർച്ചയിൽ നല്ല മൂർച്ചയുടെ ആയുധമായി തീർന്നാലേ അത് അമ്പ് ചെയ്യുമ്പോൾ അതിന് ശത്രുവിനെ അത് നശിപ്പിക്കുവാൻ സാധിക്കുകയുള്ളൂ. ഇല്ലാത്ത പക്ഷം അമ്പ് ചെയ്യാം, എറിയാം, പക്ഷേ അതിന് ഗുണം ഉണ്ടാകില്ല. ഗുണം ഉണ്ടാകണമെങ്കിൽ കഷ്ടതയെന്ന തീച്ചൂള എന്ന് വചനം പറയുന്നു. കഷ്ടതയുടെ തീച്ചൂളയിൽ കൂടി നമ്മളെ കടത്തിവിടുമ്പോൾ നമ്മളെ അത് ശുദ്ധീകരിക്കുന്നു, ദൈവത്തെ കൂടുതൽ അറിയുവാൻ അത് സാധ്യമാക്കുന്നു, മാത്രമല്ല കർത്താവിനെ കൂടുതൽ സ്നേഹിപ്പാൻ അത് കാരണമാക്കി തീർക്കുന്നു. പ്രൈസ്. മാത്രമല്ല കഷ്ടങ്ങൾ കൂടി വരുമ്പോൾ, അത് കഷ്ടങ്ങൾ കൂടി നമ്മൾ കടന്നു പോകുമ്പോൾ നമ്മളെ തന്നെ ശോധന ചെയ്യാൻ കാരണമാക്കി തീർക്കണം. സ്തോത്രം. കഷ്ടത വരുമ്പോൾ രണ്ട് മനോഭാവം മനുഷ്യനോട്. ഒന്ന്, ദൈവത്തെ പഴിക്കും, ദൈവത്തെ കുറ്റം പറയും. സ്തോത്രം. മറ്റേത് സ്തോത്രം, നീതിമാന്മാരായവർ തങ്ങളെ തന്നെ ശോധന ചെയ്യുവാൻ ആ കഷ്ടതയെ അവർ ഉപയോഗിക്കുന്ന വിധങ്ങൾക്കായി സ്തോത്രം ചെയ്യുന്നു. ഒരു വാക്യം സദനോട് ചേർന്ന് മാത്രം നമ്മൾ വിശ്വാസ ജീവിതം ഓട്ടക്കളമാണെങ്കിൽ ഓട്ടത്തിലാണല്ലോ. പൗലോസ് പറയുന്നത്, ഞാൻ എൻ്റെ ഓട്ടം തികച്ചു. പക്ഷേ ഓട്ടം ഓടിയവർ പലരും നിന്നുപോയ അനുഭവം ബൈബിൾ നമ്മളെ പഠിപ്പിക്കുന്നു. ഓട്ടം ഓടിയവർ പലരും നിന്നുപോയി. ലോകത്തിൻ്റെ ഭാര്യ നിന്നുപോയി. ഇന്നും ഉപ്പായി നിൽക്കുന്ന അനുഭവം, ആ ഉപ്പ് തൂണ ഇന്നും പോയി ഇസ്രായേലിൽ പോയി നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ പലരും വിശ്വാസ ജീവിതത്തിൽ ഓട്ടത്തിൽ നിന്നുപോയ അനുഭവമുണ്ട്. മറ്റു പലർ സ്തോത്രം അത് ഷിംഷോനെ പോലെയും ശലോമോനെ പോലെയും പുതിയ നിയമത്തിൽ പറയുന്ന ദേമാസിനെ കുറിച്ച് 2 തീമോത്തിയോസ് 4-ാം അധ്യായം 10-ാം വാക്യം എന്ന് വായിക്കാം. ദേമാസിനെ കുറിച്ച് പറയുന്നത്, ദേമാസ് ഈ ലോകത്തെ സ്നേഹിച്ചിട്ട് എന്നെ വിട്ട് തെസ്സലോനിക്കയ്ക്ക് പോയി. അപ്പോൾ ഓട്ടത്തിൽ നിന്ന് വഴുതി പോകുന്ന പലരും ഉണ്ട്. വശീകരിക്കപ്പെട്ടിട്ട് അവർ വഴുതി പോകുന്ന ഓട്ടം ഓടിയതാണ്, പകുതിയോളം എത്തി, മുക്കാൽപാലം എത്തിയാണ്. പക്ഷേ എന്ത് ചെയ്തു? ശലോമോനെ കുറിച്ചാണെങ്കിലും ശലോമോൻ ദൈവത്തിന് ആലയം പണിതോനാ, പക്ഷേ പിന്നെ പോയില്ല. 2 തീമോത്തിയോസ് 4:10 അല്ലേ? പൗലോസ് പോലെ ദുഃഖത്തോടെ പറയുന്ന, ദേമാസ് ഒരു കാലത്ത് എന്നോട് കൂടെ കഷ്ടം സഹിച്ചതാ, സുശേഷകനായിരുന്നു, എന്നോട് കൂടെ ജയിലിൽ കടന്ന മനുഷ്യനാ, പക്ഷേ ലോകസ്നേഹം ദേമാസ് ഈ ലോകത്തെ സ്നേഹിച്ചു. ഇപ്പം ഈ ലോകത്തെ സ്നേഹിക്കാൻ പാടില്ല. ഈ ലോകത്തിലുള്ളതേയും കാരണം എന്താണ്? നമ്മളെ വശീകരിക്കുന്നതാണ്. ദേവദാസൻ ഓർപ്പിച്ച വിഷയങ്ങളും ഹല്ലേലൂയ സഹോദരൻ ഓർപ്പിച്ച വിഷയം നമ്മളെ പരീക്ഷിക്കുന്ന അനുഭവങ്ങൾ, അല്ലെങ്കിൽ നമ്മളെ വശീകരിക്കുന്ന അനുഭവങ്ങൾ ഒത്തിരിയുണ്ട്. അത് ഈ നാളുകൾ വർദ്ധിച്ചു വരികയാണ്. എന്നാൽ അത് ആത്മാവിൽ പ്രാർത്ഥിച്ച്, അത് വ്യക്തിപരമായ പ്രാർത്ഥന ആയിക്കോട്ടെ, കുടുംബ പ്രാർത്ഥന ആയിക്കോട്ടെ, സഭയുടെ പ്രാർത്ഥന. ഒന്നും കൂടെ ഞാൻ ഇന്ന് 2025 ജനുവരി മാസം 26-ാം തീയതി ദൈവസഭയിൽ തർപ്പിച്ച് പറയട്ടെ, കൂട്ടായ്മയുടെ സന്തോഷം ഉള്ളൂ നമുക്കുള്ളത്. കൂട്ടായ്മ ഉപേക്ഷിച്ച് എന്ത് കാരണമായിക്കോട്ടെ, മരണകാരണമായാലും, മരിക്കാൻ കിടക്കുന്ന അനുഭവം അല്ലാതെ വേറെ എന്താ, ആര് മരിച്ചാലും, അപ്പം മരിച്ചാലും അമ്മ മരിച്ചാലും ഞായറാഴ്ച ഒഴിവാക്കല്ലേ. അത്രയൊന്നും അനുഭവം നമുക്ക് വന്നിട്ടില്ലല്ലോ. കാരണം ദൈവം കാണുന്നത് എത്ര ഞാൻ പ്രാർത്ഥിക്കുന്ന മനുഷ്യനാണെന്ന് പറഞ്ഞാലും 3-ാം സ്വർഗത്തിൽ നമ്മൾ ആരും എടുക്കപ്പെടില്ല. സ്തോത്രം. അത് പൗലോസിനുള്ളൂ. 2-ാം സ്വർഗത്തിൽ ഞാൻ എടുക്കപ്പെട്ടാലും ഞായറാഴ്ച സഭായോഗം മാത്രമല്ല, ബൈബിൾ അനുസരിച്ച് ഞായറാഴ്ച അല്ല നമുക്ക് സഭായോഗം. എന്നൊക്കെ വെള്ളിയാഴ്ച സഭായോഗമാണ്.
ബുധനാഴ്ച കോട്ടേജ് മീറ്റിംഗ് ആണെങ്കിൽ അത് സഭായോഗം, ദൈവസഭ അതാണ് സഭായോഗം. നമ്മൾ പിന്നെ പേര് മാറ്റി കോട്ടേജ് മീറ്റിംഗ് ആക്കി, ഉപവാസ പ്രാർത്ഥന ആക്കി, ഞായറാഴ്ച സഭായോഗം ഒക്കെയാണ് നമ്മൾ പറയുന്നത്. പക്ഷെ ദൈവസഭയിൽ സഭ കൂടി വരുന്നതാണ് ദൈവസഭയിൽ സഭായോഗം. സ്തോത്രം. അത് 2-3 പേരല്ല കേട്ടോ, സഭയിൽ എത്ര പേരുണ്ടോ എല്ലാവരും, കുഞ്ഞുങ്ങൾ ഉൾപ്പെടെ. അപ്പോൾ പപ്പയും മമ്മിയും ഒരുങ്ങിയില്ലെങ്കിൽ നിങ്ങൾ പറയണം, എന്ത് പറയണം, ഞായറാഴ്ച എനിക്ക് പോകണം, വെള്ളിയാഴ്ച എനിക്ക്, അയ്യോ അപ്പോൾ വർഷങ്ങളെ അപ്പോൾ ഞങ്ങൾക്ക് സ്കൂൾ എന്ത് ചെയ്യും. സ്കൂളിനെ കുറിച്ച് ഇനി ഈ നാളുകളിൽ സ്കൂളിൽ പോകുന്ന കാര്യമല്ല, ജോലിക്ക് പോകുന്ന കാര്യമല്ല, അതൊക്കെ പിന്നീടാണ്. സ്തോത്രം. പിന്നെന്താ വേണം, എനിക്ക് സ്കൂളിൽ പനി വന്നാൽ സ്കൂളിൽ പോകില്ലല്ലോ. സ്തോത്രം. അപ്പോഴോ പനി വരാതെ എനിക്ക് വെള്ളിയാഴ്ചകൾ അതേ ആരാധനാലയത്തിൽ പോയി എനിക്ക് ഉപവാസം എടുത്തോളൂ. ഉപവാസം നിങ്ങളുടെ ഇഷ്ടം പോലെ. പ്രാർത്ഥനയ്ക്ക് എനിക്ക് പോകണം. 4 വെള്ളിയാഴ്ച ഉണ്ട്, ചിലപ്പോൾ 5 വെള്ളിയാഴ്ച ഒരു മാസം. ഈ 5 വെള്ളിയാഴ്ച എനിക്ക് പോകണം. പക്ഷേ സ്കൂളിൽ പോകാൻ എനിക്ക് പോകാതിരിക്കാൻ എനിക്ക് കാരണമുണ്ട്. എന്താണ്? ടീച്ചറിനോട് ധൈര്യമായി ഞാൻ പറയണം, അല്ലെങ്കിൽ ജോലിക്കാർ ജോലി സ്ഥലത്ത് പറയണം. കാരണം ജോലി തന്ന് കർത്താവാ, മക്കളെ തന്ന് കർത്താവാ. സ്തോത്രം. എങ്കിൽ എവിടെ പോകുന്നത്? ദൈവത്തെ ആരാധിക്കാൻ വേണ്ടിയാ, പ്രാർത്ഥിക്കാൻ വേണ്ടിയാ. ഞാൻ സ്കൂളിൽ വിട്ടിട്ട് ആ ഒരു അര ദിവസം, 3 ദിവസം അല്ലല്ലോ, നമുക്ക് ഉച്ച 12 മണിയാകുമ്പോൾ തീരും, 12 ആകുമ്പോൾ തീരും. സ്തോത്രം. വില കൊടുത്താൽ അവിടെ നമുക്ക് വില കിട്ടും. ഈ മാർഗം അതേ പിൻപറ്റിയ സകലരും, ഷാരോങ്കാരായിക്കോട്ടെ, ഏത് വിശ്വാസി ആയിക്കോട്ടെ, അന്ന് മുതൽ ഇന്ന് വരെ വില കൊടുത്തവരാകുന്നു. എത്രത്തോളം വില? പ്രാണത്തെ പോലും കൊടുത്തവർ. പ്രാണത്യാഗത്തോളം സ്നേഹിക്കാതെ, പ്രാണത്യാഗത്തോളം വിശ്വാസം ഉറച്ചു നിന്ന ഒരു തലമുറയാണ് നമ്മൾ പിൻപറ്റുന്നത്. നമ്മുടെ മുൻ പിതാക്കന്മാർ അവർ പ്രാണനെ കൊടുത്തവരാണ്. അതുകൊണ്ടാണ് നമുക്ക് ഇന്ന് സ്വതന്ത്രമായി ഇവിടെ ആരാധിക്കാൻ പറ്റുന്നത്. ഇന്ന് നമ്മളിവിടെ സ്വാതന്ത്ര്യത്തെ ആരാധിക്കുമ്പോൾ വടക്കേ ഇന്ത്യയിൽ പല ദേവദാസന്മാർക്ക് ആലയം ഉണ്ടായിട്ട് ആലയം അടച്ചു. മെഞ്ഞാനത്തെ ഒരു പ്രാർത്ഥന വിഷയമായിരുന്നു ഡൽഹിയിൽ, നമ്മുടെ തലസ്ഥാനം ഡൽഹിയിൽ ഇന്ന് റിപ്പബ്ലിക് ദിനം ആയതുകൊണ്ട് അതിന് പരേഡും കാര്യങ്ങളും നടക്കുന്നതുകൊണ്ട് അല്ലെങ്കിൽ സർക്കാർ ഓർഡർ ഇട്ടു ഡൽഹിയിൽ ശനിയാഴ്ച ഞായറാഴ്ചയിലെ എല്ലാ ആരാധനകളും നിർത്തണമെന്ന്. എത്രത്തോളം വാസ്തവം എനിക്കറിയില്ല, പക്ഷെ പ്രാർത്ഥന വിഷയമായിരുന്നു. സെക്യൂരിറ്റി കാരണം നിമിത്തം പ്രശ്നങ്ങൾ ഒഴിവാക്കാൻ വേണ്ടി പ്രാർത്ഥന അവർ നിർത്തി. റോഡിൽ തിരക്ക് കുറയ്ക്കാൻ വേണ്ടി. ആരാധനാലയം ഉണ്ടായിട്ടും പറ്റാത്ത അനുഭവം പല വടക്കേന്ത്യൻ അതേ സംസ്ഥാനങ്ങൾ സംഭവിക്കുമ്പോൾ പല പാസ്റ്റർമാർ ഇന്നും പ്രാർത്ഥിക്കും, പറയുകയും ചെയ്യുന്ന വിഷയമാണ് ആ കാറ്റ് കേരളത്തിൽ വേഗത്തിൽ അടിക്കും. ഏത് കാറ്റ്? ആരാധന പറ്റാത്തത്. ഏത്? കോവിഡ് വന്നിട്ടല്ല, ഓർഡർ വരും, ആരാധന പറ്റില്ലെന്ന്. നമുക്ക് എതിരായി ശക്തികൾ കൂടും. ഫേസിലോ ദേവദാസനെ ഓർപ്പിച്ച പോലെ നമുക്ക് എതിരായി കൂടി വന്നാലും എൻ്റെ വിശ്വാസത്തെ തകർക്കുമോ എന്നാണ് ചോദ്യം. അന്ന് നമ്മൾ കൊതിക്കും. കോവിഡ് കാലത്ത് ഒന്ന് പഠിപ്പിച്ചു. സ്തോത്രം. ഹല്ലേലൂയ. ഒരു വാക്യം അതുകൊണ്ട് ചേർന്ന് ഞാനും അറിഞ്ഞില്ല, എൻ്റെ ഭാര്യ വായിച്ച വാക്യം തന്നെയാണ്. പക്ഷേ ദൈവാത്മാവ് ഇടപെടണം. എൻ്റെ ഭാര്യ വായിച്ചപ്പോഴാണ് ഞാൻ അറിഞ്ഞത്. ആ വാക്യം തന്നെ ദൈവാത്മാവ് എന്നോട് ഇടപെട്ടത്. സ്തോത്രം. നേരത്തെ ഇവിടെ പറഞ്ഞിട്ടുണ്ടോ എനിക്കറിയാം, എങ്കിലും പ്രൈസോ. അപ്പോൾ ഓട്ടം നിന്നവരുണ്ട്, വഴുതിപ്പോയവരുണ്ട്. ഓട്ടം അറിഞ്ഞിട്ട് ഓട്ടം ഓടാതെ, ഈ ഓട്ടം എന്താണെന്ന് അറിഞ്ഞവരാണ് ഹെരോദാവ് രാജാവ്. ഈ ഓട്ടത്തെക്കുറിച്ച് അറിഞ്ഞവരാണ് ഫെസ്തോസ്. അതേ അവരൊക്കെ ഇടയ്ക്കിടയ്ക്ക് പൗലോസെ വിളിച്ച്, അതേ പൗലോസ് അവർക്ക് പണം കൊടുക്കാൻ വേണ്ടി ആഗ്രഹിച്ച് അവർ വിചാരിച്ചവരാ. പൗലോസെ കൈദിയാ, പിന്നെ ഇങ്ങനെ പണം കൊടുക്കുന്നത്. പക്ഷെ അവരൊക്കെ അറിഞ്ഞവരാ, ഇത് അറിഞ്ഞിട്ടും ഓടാത്തവർ. സ്തോത്രം. അപ്പോൾ പല രീതിയിൽ തടസ്സം. പക്ഷെ പൗലോസ് പറയാണ്, ഞാൻ ഓട്ടം തികച്ചു അവൻ്റെ കൃപയാൽ. സ്തോത്രം. അവൻ ആത്മശക്തിയാൽ, എൻ്റെ കൃപ നിനക്ക് മതി, എൻ്റെ ശക്തി ബലഹീനമേ തികഞ്ഞു വരും. നാം ബലഹീനരാകുമ്പോൾ, രോഗാവസ്ഥ വരുമ്പോൾ, സാമ്പത്തിക ഞെരുക്കം വരുമ്പോഴാണ് ദൈവാത്മാവിന്റെ ശക്തി പകരപ്പെടുന്നത്. അവിടെയാണ് ദൈവ കൃപ പകരപ്പെടുന്നത്. സ്തോത്രം. സദൃശവാക്യം 21:31. സദൃശവാക്യങ്ങൾ 21:31. കുതിരയെ യുദ്ധ ദിവസത്തിനായി അതിനെ ചമയിക്കുന്നു, ജയമോ യഹോവയുടെ കൈവശത്തിൽ ഇരിക്കുന്നു. യുദ്ധ ദിവസത്തിനായി കുതിരയെ ചമയ്ക്കുന്നു. യുദ്ധത്തിന് വേണ്ടിയാണ് അത് കുതിരയെ ചമയ്ക്കുന്നത് എന്ന് അത് യാഥാർത്ഥ്യമാണ്. പഴയ കാലങ്ങളിലെ രാജാക്കന്മാരെ കുതിരകൾ അല്ലെങ്കിൽ യുദ്ധത്തിന് പോകുന്ന കുതിരകളെ ചമയിക്കുവാണ്. ചമയം എന്ന് പറഞ്ഞാൽ അറിയോ? ചമയം മക്കൾക്ക് ചമയം എന്ന് പറഞ്ഞാൽ കഥകളി കണ്ടില്ല? കഥകളി അതിന് പറയാണ് ചമയിക്കുക. സ്വന്തം ആ ഡ്രസ്സൊക്കെ ഇട്ട് അതിന് പെയിൻറ്റിങ് കാര്യങ്ങളൊക്കെ ചെയ്ത് ചമയിക്കുക. നമ്മളെയും ദൈവം ചമയിച്ചിട്ടുണ്ട്.
എന്ത് നാം അതേ ദൂരസ്ഥരായിരുന്നു, പക്ഷേ സമീപസ്ഥരാക്കി, സ്വന്തം മക്കളാക്കി, അതേ ദൈവത്തിൻ്റെ അതേ കൊള്ളാറാക്കി തീർത്ത കൃപയ്ക്കായി സ്തോത്രം. എന്ത് ചെയ്തു? നമ്മളെ ചമയിച്ചിരിക്കുന്നു. ഓരോ ആത്മീയ ഗുണങ്ങളാൽ, ആത്മീയ വരങ്ങളാൽ നമ്മളെ ചമയിച്ചിരിക്കണം. പക്ഷെ എന്തിനു വേണ്ടിയാ? യുദ്ധ ദിവസത്തിന് വേണ്ടി, യുദ്ധം ചെയ്യാൻ വേണ്ടിയാ. യുദ്ധം ചെയ്യാൻ വേണ്ടിയാ, ആത്മാവിൽ യുദ്ധം ചെയ്യുവാൻ. അത് കുഞ്ഞുങ്ങളായാലും സ്ഥാനപ്പെട്ടില്ലെങ്കിലും ആത്മാവിൻ്റെ അഭിഷേകം, നിറവ് പ്രാപിക്കാം, അന്യഭാഷ പ്രാപിക്കാം, അന്യഭാഷ പോരാടാൻ വേണ്ടി നമ്മളെ ആക്കി വെച്ചത്. അപ്പം യുദ്ധ ദിവസം ഈ കുതിര പോകുന്നത് ചമയം കൊണ്ട് അവൻ വിചാരിക്കും അവനെ എന്താ നടത്തി, രാജാവ് അവനെ മേലിർത്തി അവനെ നടത്തിക്കാൻ വേണ്ടിയെന്ന് അവന് ചിന്ത. നല്ല ഉടപ്പെട്ട് ആരെങ്കിലും യുദ്ധത്തിന് പോവോ? നല്ല ഉടപ്പെട്ട് ഫുട്ബോൾ കളിക്കാൻ പോവോ? ഇല്ലല്ലോ, അതിനോട് യൂണിഫോം. അപ്പം കുതിരയുടെ ചിന്ത, അവന് ചിന്താഗതി മാറ്റാൻ വേണ്ടി യുദ്ധത്തിന് വേണ്ടി എന്താ പോകുന്ന? യുദ്ധത്തിന് പോയാൽ ചിലപ്പം മരിക്കും. എല്ലാ ക്രിസ്ത്യാനികളും മരിച്ചിട്ടില്ല, ചിലർ മരിക്കും. സ്വന്തം യുദ്ധത്തിന് മുമ്പ് മരിക്കും, ചിലർ മരിക്കും. ചിലർക്ക് അംഗവൈകല്യം സംഭവിക്കും, അല്ലേ? കായും കാലൊക്കെ ഓടിയും. സ്വതന്ത്രം അവരെ തിരിച്ചു കൊണ്ടുവരും, ചിലപ്പോൾ അവിടെ നിന്ന് ഇടും. നല്ല മനസാക്ഷിയുള്ള ഒരാൾക്ക് പറഞ്ഞ് തിരിച്ചു കൊണ്ടുവരും, അതിന് ചികിത്സ ചെയ്യും. നമ്മുടെ ജീവിതത്തിൽ നാം ഈ യുദ്ധത്തിൽ ചിലർ മരിക്കേണ്ടി വരും. സ്വതന്ത്രം യാക്കോബ് മരിച്ചു, ചേട്ടനായ യാക്കോബ് മരിച്ചപ്പോൾ അല്ലെ അനിയനായ യോഹന്നാൻ അതേ മരിക്കാതെ, പ്രൈസ് ദി ലോർഡ്, എന്നാൽ ഒരു രക്തസാക്ഷി ആകാതെ അതേ മരിച്ച ഏക അതേ ശിഷ്യനായിരുന്നു യോഹന്നാൻ. പക്ഷെ യോഹന്നാന്റെ ചേട്ടനായ യാക്കോബ് ആദ്യത്തെ രക്തസാക്ഷി ശിഷ്യന്മാരിൽ. അപ്പോൾ ചിലർ മരിക്കേണ്ടി വരും, ചിലർക്ക് അംഗവൈകല്യം നമുക്കുണ്ടാകും, എന്നാൽ രോഗങ്ങൾ, പ്രശ്നങ്ങൾ, മറ്റുള്ള പ്രയാസങ്ങൾ, ചിലപ്പോൾ ഭാര്യ മരിക്കും, ഭർത്താവ് മരിക്കും, മക്കൾ മരിക്കും. സ്വതന്ത്രം. പക്ഷെ എവിടെയാണ് നമ്മളുള്ളത്? യുദ്ധക്കളത്തില്ല. യുദ്ധത്തിന് വേണ്ടി എന്ത് ചെയ്തു? ചമയിച്ചു. ദൈവത്തിൻ്റെ പേര്, അതെ, ദൈവമക്കളുടെ പേര് നമുക്ക് തന്നു. ദൈവത്തിന് ആത്മാവിനെ, നല്ല ആത്മാവിനെ നമുക്ക് തന്നിരിക്കുന്നു. സ്തോത്രം. ദൈവത്തിന് വചനമാകുന്ന ഈ ജീവന്റെ വചനം അത് നമുക്ക് തന്നിരിക്കുന്നു. സ്വർഗത്തിൽ എന്തേക്കും സ്ഥിരമാക്കുന്ന വചനം, ഈ അണയങ്ങൾ ഇതൊക്കെ അണിയിച്ചിരിക്കുകയാണ്. സ്തോത്രം. പക്ഷെ നമ്മൾ ഈ കുതിര പോലെ അത്രയും പൊട്ടന്മാരല്ല, അതാ പ്രശ്നം. കുതിരയ്ക്ക് അവന് ചിന്ത ഇതൊക്കെ കട്ടപ്പോൾ അവന് ചിന്ത യുദ്ധത്തിന് വേണ്ടി പോകുമ്പോൾ ഞാൻ പോയിട്ട് വരും, അല്ലെങ്കിൽ രാജാവിൻ്റെ മേളിൽ ഇരുന്ന് സവാരിക്ക് പോകാൻ വേണ്ടിയാണ്. പക്ഷെ പോകുന്ന യുദ്ധത്തിനാണ്. നമുക്കറിയാം നമ്മൾ യുദ്ധത്തിൽ, അതുകൊണ്ടാണ് പലരും പ്രാർത്ഥിക്കാത്തത്. അതുകൊണ്ടാണ് പല ദൈവമക്കളും ദൈവദാസന്മാർ പോലും ഇപ്പോൾ ഈ കാലത്ത് ഉപവാസം വേണ്ടെന്ന് പറയുന്നത്. കാരണം അത് യുദ്ധമാണ്. ഉപവസിക്കുന്ന യുദ്ധമാണ്. ആർക്ക് വേണ്ടി ഉപവസിക്കുന്നു? എനിക്ക് വേണ്ടിയല്ല. എസ്തർ പറയുന്നത്, ഞാൻ മരിക്കുന്നെങ്കിൽ മരിക്കട്ടെ, പക്ഷെ ഞാൻ ഉപവസിക്കും. എന്നോട് കൂടെ ഞാൻ മാത്രമല്ല, അവളുടെ കൂടെ ഉണ്ടായ തോഴിമാരെയും അവൾ ഉപവസിച്ചു. ആ തോഴിമാരെ വിശ്വാസികളല്ല, ജാതികളായിരുന്നു. അവരെ കൊണ്ട് അവള് ഉപവാസം എടുപ്പിച്ചു. അത് വേണ്ട, പോട്ടെ, നമ്മളെങ്കിലും. ദൈവമക്കളെ, ഹല്ലേലൂയ. പുതിയ വർഷം, പുതിയ മാസം നാം കടക്കുമ്പോൾ നമ്മുടെ ചിന്താഗതികൾക്ക്, താല്പര്യക്ക് മാറ്റം ഉണ്ടാകട്ടെ. കാരണം കർത്താവ് ചോദിക്കും, ഞാൻ നിന്നെ, അതെ, നിന്റെ കുടുംബത്തെ സഭയിൽ ആക്കി വെച്ചിട്ട് എനിക്ക് വേണ്ടി എന്ത് ചെയ്തു? സ്വർഗസ്നായ ബൈബിൾ പറയുന്നത്, സ്വർഗസ്നായ പിതാവ് തന്റെ മകനെ ആദരിക്കാതെ നമുക്ക് വേണ്ടി അവനോട് കൂടെ സകലവും തന്നുവല്ലോ. സകലവും. പുത്രനെ ആദരിക്കാതെ നമുക്ക് വേണ്ടി സ്വർഗരാജ്യം ഒരുക്കുന്നു. പുത്രനെ ആദരിക്കാതെ, നാം ചോദിക്കാതെ പരിശുദ്ധാത്മാവിനെ നമുക്ക് വേണ്ടി തരുന്നു. നാം ചോദിക്കാതെ നമുക്ക് വേണ്ടി സ്വർഗം ദൈവം ഒരുക്കിക്കൊണ്ടിരിക്കുകയാണ്. നാം ചോദിക്കാതെ നമ്മളെ ദൈവസഭയിൽ ആക്കി വെച്ചു. അനുഗ്രഹിക്കപ്പെട്ട ദേവദാസ കുടുംബത്തെയും നമ്മളെ നയിപ്പാൻ ദൈവാത്മാവ് നമുക്ക് ആക്കി വെച്ചു. ബൈബിൾ പറയുന്ന എല്ലാം തന്നു 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 തരുന്നു. സ്തോത്രം. നാം ദൈവത്തിന് എന്ത് കൊടുക്കുന്നു? ഞായറാഴ്ച 2-3 മണിക്കൂർ പോരോ? മതിയോ? സ്തോത്രം. ഹല്ലേലൂയ. അപ്പൊ ഈ കുതിര എന്താണ്? ചമയിക്കുകയാണ്. പക്ഷേ ജയമോ യഹോവയുടെ കൈവശം ആണുള്ളത്. എന്നാൽ ചമയിച്ച് പോകാൻ വേണ്ടിയാണ് നാം യുദ്ധകളത്തിൽ. ഇന്ന് ഒന്നും കൂടെ ഓർപ്പിച്ച് പറയട്ടെ, നാം യുദ്ധകളത്തിലാകുന്നു. അവരുടെ തന്ത്രങ്ങൾ കഴിഞ്ഞ ദിവസം നിങ്ങൾ അറിയണ്ടോ? IPCയിലോ അടിക്കടിക്കപ്പെട്ട ദേവദാസനാണ് ബാബുജയൻ പാസ്റ്റർ. IPC കൺവെൻഷൻ കഴിഞ്ഞിട്ട് 2 ദിവസം കഴിഞ്ഞപ്പോഴത്തേക്കും ആക്സിഡൻ്റായി. തൻ്റെ ആദ്യത്തെ ആക്സിഡൻറ്റ് കഴിഞ്ഞിട്ടാണ് താൻ ഉയർത്തപ്പെട്ടത്. പക്ഷേ ഇനി എന്ത് സംഭവിക്കുന്നത് എനിക്കറിയില്ല. അത് കർത്താവിന് ഹിതമാണ്. പക്ഷേ എങ്കിലും പറയാം, കാരണം പ്രായത്രയായി, എങ്കിലും കർത്താവിനാണ് അസാധ്യമായ ഒന്നുമില്ല. താൻ വില കൊടുത്തു, ഒരു കണ്ണില്ല. ആ മനുഷ്യൻ ലോകത്തിലെ എമ്പാടും രാജ്യങ്ങളിൽ പോയി പ്രസംഗിച്ചു, ഒറ്റ കണ്ണനായിട്ട്. നമ്മൾ കണ്ടാൽ നമുക്ക് മനസ്സിലാവില്ല. വില കൊടുത്തവരാണ് ഉയർത്തപ്പെട്ടത്. സ്തോത്രം. വെറുതെ ഉയർച്ച ലഭിക്കില്ല.
പിന്നെ ഉയരാൻ വേണ്ടി മാത്രമല്ല, നമ്മുടെ ഏറ്റവും വലിയ ഉയർച്ച ആത്മാവ് വരുമ്പോൾ, അല്ലെങ്കിൽ യേശു, നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു അന്ന് ഹല്ലേലൂയ അതേ വാനമേഘങ്ങൾ വരുമ്പോൾ നാം അവനോട് കൂടെ ഉയർത്തപ്പെടണം. ഇവിടെ ഇപ്പോൾ നമുക്ക് ബെൻസും വീടും ഇല്ലെങ്കിൽ വാടക ഞങ്ങൾ താമസിക്കുന്നത് മനഃപൂർവ്വം എൻ്റെ വീട് വിറ്റിട്ട് നഷ്ടത്തിന് വിറ്റിട്ട്, ഒരു കടവും കാര്യങ്ങളൊന്നും ഇല്ലാതെ എൻ്റെ വീട് നഷ്ടത്തിന് വിറ്റിട്ടാണ് ഞാൻ ഇവിടെ വാടകയ്ക്ക് താമസിക്കുന്നത്. എന്തിനു വേണ്ടി? പഴമക്കാർക്ക് വേണ്ടി. ഞാൻ കേട്ടിട്ടുണ്ട്, പല പാസ്റ്റർമാർക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിച്ചിട്ടുണ്ട്. അവർ വാടക താമസിക്കുമ്പോൾ അതിന് ബുദ്ധിമുട്ട് കേട്ടിട്ടുണ്ട്. അതൊന്ന് അനുഭവിക്കണമല്ലോ. 50-ാം വയസ്സ് കഴിഞ്ഞപ്പോഴാണ് ഞാൻ എൻ്റെ സ്വന്തം വീട് വിറ്റത്. സ്വത്രം എന്നും പറഞ്ഞാൽ നിങ്ങളുടെ വീട് വിൽക്കാൻ വേണ്ടിയല്ല ഞാൻ പറയുന്നത്, ഞാൻ എൻ്റെ കാര്യം പറഞ്ഞതുള്ളൂ. സ്വത്രം വില കൊടുത്താൽ വില കൊടുത്തുകൊണ്ടാണ് നമുക്ക് ഈ ആലയം വന്നത്. തോമാച്ചായൻ ഹല്ലേലൂയ സ്തോത്രം ഷാരോണിന്റെ സ്ഥാപകനായ കർത്തദാസൻ ഒത്തിരി വില കൊടുത്തു, ഒത്തിരി കുറവ് അതേ നമുക്ക് കാണുന്നുണ്ട്. മാനുഷ്യമായി പറയുമ്പോൾ അവരിങ്ങനെയാണല്ലോ, തൻ്റെ മകൻ ഇങ്ങനെ ആയിപ്പോയല്ലോ, മരുമോള ഇങ്ങനെ ആയിപ്പോയല്ലോ ഒക്കെ ഒത്തിരി കുറവ് കുറ്റം നമുക്ക് പറയാം, മനുഷ്യനെ പറയാൻ ഉണ്ടെങ്കിലും അവർ നല്ല വിശ്വാസം കണ്ട്, അവർ നല്ല പ്രത്യാശ കൊണ്ട് അവർ കാണിച്ച വിശ്വാസ ജീവിതം, അതാണ് നമുക്ക് ആവശ്യം. പ്രൈസ് ദി ലോർഡ്. ആ ഒരു ജീവിത രീതിയിലേക്ക് ദൈവാത്മ നമ്മളെ സഭയായി ഒരു കുടുംബം ഒരാളോടല്ല, ദൈവാത്മ ശക്തമായി പറഞ്ഞു ഓരോരുത്തരെയും. കർത്താവിൻ്റെ ആത്മാവ് ഇങ്ങനെ വ്യക്തമായി പറഞ്ഞത് സ്തോത്രം, അതേ തെക്കേമല ഷാരോൺ സഭയെ ഞാനൊരു തീ അമ്പായി അല്ലെങ്കിൽ ഞാൻ അയക്കുവാൻ ആഗ്രഹിക്കുന്നു. പക്ഷേ ചെത്തിൻ്റെ അനുഭവം ഉണ്ട്. ഇനിയും ചിലരും കൂടി ചെത്തിയെടുത്ത് അതേ ഓരോരുത്തരെയും ഒറ്റയ്ക്കായിട്ടും കുടുംബങ്ങളായിട്ടും മാത്രമല്ല ഏറ്റവും അവസാനമായി തെക്കേമല ഷാരോൺ ദൈവ സഭയെ ഞാൻ എൻ്റെ നാമത്തിൽ അതേ ഈ തെക്കമലയും കോഴഞ്ചേരി ചുറ്റുപാടിൽ ഒരു അതേ അമ്പായി എയ്യുവാൻ ഞാൻ അവരെ ശുദ്ധീകരിക്കുന്നു. ആ പ്രക്രിയയിൽ അത് ദൈവത്തിനോട് ചേർന്ന് നിൽപ്പാൻ കർത്താവിൻ്റെ ആത്മാ നമ്മളെയും കുഞ്ഞുങ്ങളെയും യവനക്കാരെയും സഹോദരിമാരെയും ദൈവമക്കളെല്ലാം ഒരുമിച്ച് ഞങ്ങളെയും കർത്താവ് സഹായിക്കട്ടെ എന്ന പ്രാർത്ഥനയോടെ ഇരിക്കുന്നു. കർത്താവ് നമ്മളെ അനുഗ്രഹിക്കും, സഹായിക്കും ചെയ്യട്ടെ. അത് വൻ കാര്യങ്ങൾ നമ്മളെ കൊണ്ട് വൻ കാര്യങ്ങൾ ചെയ്യിപ്പാൻ ദൈവത്തിന് സാധിക്കും. ആ കർത്താവിൻ്റെ കൈകൾ സമർപ്പിച്ച് നമുക്ക് ജീവിക്കാൻ കർത്താവ് നമ്മളെ സഹായിക്കട്ടെ. പ്രൈസ് ദി ലോർഡ്. കണ്ടേൻ വാണി പോൽ കാത്തിടുമേ